പേരിപ്പോ ചേർത്തന്നേ ഉള്ളൂ. പക്ഷെ ഇവന്റെ അച്ഛൻ മുമ്പേ തന്നെ റിച്ച് ആയിരുന്നു, അല്ലേ കാർത്തിക്? യാമിനി കൊഞ്ചിക്കൊണ്ട് കാർത്തിക്കിനോട് ചോദിച്ചു. ചിരിയും ആംഗ്യം കാണിക്കലും എല്ലാം കണ്ടപ്പോൾ അവർ തമ്മിൽ പ്രണയമാണോ എന്ന് അഭിക്ക് തോന്നി. അഭിയുടെ ശ്രദ്ധ പിന്നെ കാർത്തിക്കിൽ മാത്രമായിരുന്നു. പണ്ട് മുതലേ അവനൊരു പൊങ്ങച്ചക്കാരനാണ്. ഇപ്പോൾ അതൊക്കെ മാറ്റം വന്നിട്ടുണ്ടാകും എന്ന് കരുതി. എന്നാൽ അവന്റെ അഹങ്കാരവും പൊങ്ങച്ചവും ഒട്ടും കുറഞ്ഞില്ല, കൂടിയിട്ടേ ഉള്ളൂ എന്ന് അഭിക്ക് മനസ്സിലായി. ആ പട്ടികയിൽ ഏറ്റവും മുകളിൽ ആരുടെ പേരാണെന്ന് നിങ്ങൾക്കറിയോ? ടൈഗറിന്റെ. ആ ലിസ്റ്റിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. മറ്റൊരു ആൺകുട്ടി അവരോട് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഹരീഷ് ഒന്ന് ഞെട്ടി. ടൈഗറിന്റെയോ? അവൻ ചോദിച്ചു. ഹായ്, സഞ്ജയ് രജപുത്ര മരിച്ചതിൽ പിന്നെ നെറ്റ്വർത്ത് ഇടിവ് വന്നു എന്നുള്ളത് നേരാണ്. പക്ഷെ ടൈഗർ ഇപ്പോഴും മുകളിൽ തന്നെയാണ്. അതിനുശേഷം ആ ഡേവിഡ് തരകൻ. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? ആ ലിസ്റ്റിൽ ടൈഗറോ എലിഫന്റോ ആര് വേണമെങ്കിലും വന്നോട്ടെ. നമ്മുടെ ഇടയിൽ ഏറ്റവും റിച്ച് നമ്മുടെ കാർത്തിക് തന്നെയാ. ഒരിക്കലും നമ്മളിൽ ആർക്കും അത് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. യാമിനി കാർത്തികിനെ സുഖിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം കേട്ട് അഭിനവ് പുച്ഛത്തോടെ ചിരിച്ചു. ഇവർക്കെല്ലാവർക്കും ടൈഗർ എന്നൊരാളുണ്ടെന്നറിയാം. എന്നാൽ ഞാനാണ് ടൈഗർ എന്ന് ഇവിടെയുള്ള ഒരുത്തനും അറിയില്ല. ഒരിക്കൽ ഞാനൊരു വരവ് വരും, അന്ന് കാണാൻ എനിക്ക് എല്ലാത്തിൻ്റെയും ചിരിയും കളിയൊക്കെ. അവൻ മനസ്സിൽ പറഞ്ഞു. താൻ ആരാണെന്നറിഞ്ഞാൽ ഇവിടെയുള്ളവർ എല്ലാവരും എങ്ങനെ പ്രതികരിക്കുമെന്ന് അഭിനവ് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കും. കാർത്തിക്കിന്റെ പണക്കൊഴുപ്പ് കണ്ട് ഓരോരുത്തരും അവന്റെ പിന്നാലെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിനേക്കാൾ വലിയ പണക്കാരനാണ് താനെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവറ്റകൾ എല്ലാവരും ചേർന്ന് തന്നെയായിരിക്കും ഇനി തലയിലെടുത്ത് നടക്കാൻ പോകുന്നതെന്ന് അവൻ ചിന്തിച്ചു. ഒരു വ്യക്തിത്വമില്ലാത്ത ഇവരുടെയൊക്കെ റെസ്പെക്ട് കിട്ടുന്നത് പോലും ഒരു വിലയില്ലാത്ത അവസ്ഥയാണെന്ന് അഭിക്ക് തോന്നി. എന്താണ് അഭിനവ്, എന്തിനാ താൻ ഇങ്ങനെ ചിരിക്കുന്നത്? വലിയ വലിയ ജോക്കുവാണെങ്കിൽ പറഞ്ഞ ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്യായിരുന്നു. അവിടേക്ക് വന്ന ലിയ എന്നൊരു പെൺകുട്ടി അഭിനവിനെ നോക്കി ചോദിച്ചു. ഇവനെയൊക്കെ ആരാ വിളിച്ചത്? നമ്മുടെ കൂടെ ഇരിക്കാനുള്ള എന്ത് യോഗ്യത ഇവനുള്ളത്? ഇവനെ ആ കോളേജിൽ പോലും കയറ്റാൻ പാടില്ലായിരുന്നു. അഭിനവിനെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മറ്റൊരു പെൺകുട്ടി ദേഷ്യത്തോടെ പറഞ്ഞു. അവനെ വിളിക്കാൻ പറഞ്ഞത് ഞാനാ. ഇവന് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ക്ലാസ്മേറ്റ്സിനെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പ്രോഗ്രാം എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവനെ വിളിക്കണമല്ലോ. ലിയ അവൾക്ക് മറുപടി കൊടുത്തു. ഇവനെയൊക്കെ ആരാ ക്ലാസ്മേറ്റ് ആയിട്ട് കൂട്ടിയിരിക്കുന്നത്? പഠിക്കുന്ന കാലത്ത് അങ്ങനെ പലരും കൂടെ ഉണ്ടാവും എന്ന് വെച്ച് ഇപ്പൊ അതാണോ അവസ്ഥ? ഈ പാർട്ടിയിൽ നമ്മുടെ സ്റ്റാറ്റസിന് പറ്റുന്ന ആളുകൾ മാത്രം മതിയായിരുന്നു, ആ പെൺകുട്ടി പറഞ്ഞു. അത് കേട്ടതും ലിയക്ക് ദേഷ്യം വന്നു. അവൾ ദേഷ്യത്തോടെ ആ പെൺകുട്ടിയെ നോക്കി. അല്ല ലിയ, ഇവൻ എവിടെയൊരു ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യാണെന്നല്ലേ ഹരീഷ് പറഞ്ഞത്? ശരിയാണോ? വീണ്ടും ആ പെൺകുട്ടി അവനെ കളിയാക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം അഭിനവ് കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും എന്തൊക്കെ ഫുഡാ വേണ്ടെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം, അല്ലേ ലിയ? അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫുഡ് വൈകും. അഭിനവ് വിഷയം മാറ്റാനായിട്ടാണ് അത് പറഞ്ഞത്. എല്ലാവർക്കും ഇടയിൽ താനൊരു സംസാര വിഷയമാകുന്നത് അവനൊട്ടും പിടിക്കുന്നില്ലായിരുന്നു. എന്നാൽ അഭിനവ് ഇങ്ങനെ പറഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. സാർ ഇവിടേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നോ? അയ്യോ, അറിഞ്ഞില്ലല്ലോ. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, കാർത്തിക് ഓർഡർ ചെയ്യാൻ പറഞ്ഞത് അവൻ്റെ ഫ്രണ്ട്സിനോടാണ്, വലിഞ്ഞു കയറി വന്നവരോടല്ല. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതിൻ്റെ പണം നീ തന്നെ കൊടുക്കണം. യാമിനി മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് അഭിനവിനെ ഇൻസൾട്ട് ചെയ്യുന്ന വിധത്തിൽ പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും പിറുപിറുക്കാൻ തുടങ്ങി. കാരണം അവരിൽ പലരും കാർത്തികിന്റെ കൂട്ടുകാരായിരുന്നില്ല. പക്ഷെ ഇത് കേട്ട ഉടനെ കാർത്തിക് കൈ ഉയർത്തി എല്ലാവരെയും ശാന്തരാക്കി. അതിനുശേഷം യാമിനിയുടെ അരികിലേക്ക് ചെന്നു. യാമിനി, നീ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. എൻ്റെ ഫ്രണ്ട്സിനോട് മാത്രമല്ല ഞാൻ ഫുഡിൻ്റെ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞത്. ഇന്ന് ഈ പ്രോഗ്രാമിന് വന്നിരിക്കുന്ന എല്ലാവരോടും കൂടിയാണ്. അതിൽ അവനും പെടും. എന്തെങ്കിലുമൊക്കെ വായിക്ക് രുചിയായിട്ട് വാങ്ങി കഴിച്ചിട്ട് പോട്ടെ. താൻ ഇനി ഒന്നും പറയണ്ട, കാർത്തിക് പറഞ്ഞു. കാർത്തിക് അങ്ങനെ പറഞ്ഞതും അവൾക്കൊരു ക്ഷീണമായെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ കാർത്തിക്കിനെ വീണ്ടും പുകഴ്ത്താൻ തുടങ്ങി. വാവ് കാർത്തിക്, നീ എത്ര നല്ലവനാ. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് നിന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട്. ബാക്കി എല്ലാവരുടെയും കാര്യം നീ പറഞ്ഞത് ഓക്കെ, പക്ഷെ ഇവന്റെ കാര്യത്തിൽ അത് വേണ്ട. അവൻ കഴിക്കുന്നതിന്റെ ബില്ല് അവൻ അടയ്ക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവന് ഭാവിയിൽ പണം സമ്പാദിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടും. ഇങ്ങനെ ഓസിൽ കഴിച്ചുകൊണ്ടിരുന്നാൽ ഇവൻ മടിയനായി പോകും. നമ്മളൊക്കെ അനുഭാവത്തോടെ നോക്കുന്നത് കൊണ്ടാ അവൻ ഇപ്പോഴും രക്ഷപ്പെടാത്തത്. യാമിനി അഭിനവിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ഓസിക്ക് കഴിച്ചാൽ അഭിനവിന് മാത്രമല്ലല്ലോ മടി വരിക, അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വരാലോ. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ വരാതിരിക്കാൻ തൽക്കാലം നമ്മുടെ ബില്ലുകൾ നമുക്ക് തന്നെ അങ്ങ് പേ ചെയ്യാം. എന്താ? അബിയുടെ ഫ്രണ്ട് ലിയ പറഞ്ഞു. ലിയയ്ക്ക് പണ്ട് മുതലേ അബിയെ ഒരുപാട് ഇഷ്ടമാണ്. മറ്റുള്ളവർ അവനെ കളിയാക്കുമ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും അവനെ ലിയ ഇതുവരെ നോവിച്ചിട്ടില്ല. വീടിലിയ, യാമിനി എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞെന്ന് വെച്ച് നീ അത് വെറുതെ ഏറ്റുപിടിക്കണ്ട. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ബില്ല് ഞാൻ തന്നെ കൊടുക്കും, അത് യാതൊരു മാറ്റവുമില്ല, കാർത്തിക് പറഞ്ഞു. കാർത്തിക്, നിന്റെ വലിയ മനസ്സ് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. കണ്ടോടാ അഭിനവ്, അവൻ നിനക്ക് പോലും ഫുഡ് മേടിച്ചു തരാൻ ഒരുക്കമാണെന്ന്.
അവന്റെ ആ വലിയ മനസ്സിന് നീ നന്ദി പറയണം, യാമിനി പറഞ്ഞു. ഇത് കേട്ടതും എല്ലാവരും അഭിനവിനെ നോക്കി. അഭിനവ് കാർത്തിക്കിനോട് നന്ദി പറയുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ എല്ലാവർക്കും ജിജ്ഞാസയുണ്ടായിരുന്നു. അഭിനവന് യാമിനിയുടെ സംസാരം കേട്ട് ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവൻ പഠിക്കുന്ന സമയത്തും ഇതേ അവസ്ഥയിലൂടെയാണ് അഭി കടന്നുപോയത്. പലരും അവന്റെ ദരിദ്രാവസ്ഥയെ മുതലെടുത്ത് കണക്കിന് കളിയാക്കുമായിരുന്നു. അന്നതെല്ലാം സഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അവരുടെ വായിലിരിക്കുന്നതൊന്നും കേട്ട് നിൽക്കേണ്ട കാര്യം അവനില്ല. കാരണം അവൻ ടൈഗറാണ്, ദ വൺ ആൻഡ് ഓൺലി ടൈഗർ. അഭിനവ് എഴുന്നേറ്റ് നിന്ന് എല്ലാവരെയും ഒന്ന് നോക്കി. ഫുഡ് വാങ്ങിത്തരുന്നതിന് കാർത്തികിനോട് നന്ദി പറയാനാണ് അഭിനവ് എഴുന്നേറ്റതെന്ന് എല്ലാവരും കരുതി. അവരെല്ലാം അക്ഷമരായി അഭിനവിന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ആരോട് നന്ദി പറയാൻ പോകുന്നില്ല, പകരം വേറൊരു ഓഫർ തരാം. നിങ്ങൾക്കിഷ്ടമുള്ളത് എന്തും ഓർഡർ ചെയ്യാം. എല്ലാവരുടെയും ബില്ല് ഞാൻ കൊടുത്തോളാം. ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ കാർഡ് കാറിലാണ്. അതൊന്ന് എടുത്തുകൊണ്ടുവരുന്നത് വരെയുള്ള സമയം എനിക്ക് തരണം, അഭി പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ഇവന് വട്ടായതാണോ അതോ നമുക്ക് എല്ലാവർക്കും വട്ടായതാണോ? അവന്റെ അരികിലിരുന്നൊരു പെൺകുട്ടി അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു. എടാ പൊട്ടനബി, നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഇവിടെയുള്ള എല്ലാവരും ഫുഡ് കഴിച്ചാൽ എത്ര രൂപയാകുന്നു വല്ല ഊഹമുണ്ടോ? മറ്റൊരാൾ ചോദിച്ചു. ഭ്രാന്തായോടെ നിനക്ക്? എല്ലാവർക്കും ഫുഡ് വാങ്ങുന്നത് പോട്ടെ, ഇവിടുത്തെ ഒരു ബിരിയാണിയുടെ വില എത്രയാണെന്ന് നിനക്കറിയാമോ? എല്ലാവരും ഓരോന്ന് പറഞ്ഞ് അഭിനവിനെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഗായ്സ്, നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണ്ട, ഞാൻ എൻ്റെ കാർഡ് എടുത്തിട്ട് വരട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അഭിനവ് പുറത്തേക്ക് നടന്നു. വിക്രം രാവിലെ തന്നെ ബാങ്ക് മാനേജർ DK വഴി അവനൊരു ക്രെഡിറ്റ് കാർഡ് അയച്ചിരുന്നു. അത് അഭിനവന്റെ കാറിലായിരുന്നു. ക്രെഡിറ്റ് കാർഡ് എടുത്ത് അവൻ അവിടെയുള്ള ബാറിലേക്ക് നടന്നു. പഴയ കൂട്ടുകാരെ എല്ലാവരെയും കണ്ടുമുട്ടിയതല്ലേ, ഒരു ഷാമ്പയിൻ കൂടി എടുത്ത് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് അവൻ ഓർത്തു. അഭി ഒരു ഷാമ്പയിൻ ഓർഡർ ചെയ്തു. അത് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവൻ അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത്. വിചിത്രമായാണ് അവൾ വസ്ത്രം ധരിച്ചിരുന്നത്. അവളുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അസ്വസ്ഥയായാണ് അവൾ അയാളുടെ കൂടെ ഇരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അഭിക്ക് മനസ്സിലായി. ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാൾ മനഃപൂർവ്വം അവളെ ബലമായി അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയോട് ഒരാൾ അപമര്യാദയായി പെരുമാറുന്നത് കണ്ടപ്പോൾ അഭിനവിന് ദേഷ്യം തോന്നി. അവൻ വേഗം ആ പെൺകുട്ടിയുടെ അരികിലേക്ക് നടന്നു. അരികിലെത്തിയപ്പോഴാണ് അത് മറ്റാരുമായിരുന്നില്ല, തൻ്റെ ഭാര്യ അനന്യയാണെന്നുള്ള സത്യം അഭിനവ് തിരിച്ചറിയുന്നത്. അവൻ ഞെട്ടിപ്പോയി. അപ്പോഴാണ് അടുത്തുള്ളയാൾ മനഃപൂർവ്വം അനന്യയുടെ അരക്കെട്ടിൽ കൈകൾ ചേർക്കുന്നത് അഭി കാണുന്നത്. അനന്യ അയാളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ടിരുന്നു. കൈയെടുക്കട നാറി, അഭിനവ് അയാളോട് ഉറക്ക വിളിച്ചു പറഞ്ഞു. അവന്റെ ശബ്ദം കേട്ട ഉടനെ അയാളും അയാളോടൊപ്പം വന്ന വേറെ 3 പേരും കൂടി എഴുന്നേറ്റ് അഭിനവിനെ വളഞ്ഞു. എന്താടാ? അതിലെ ഒരാൾ അഭിനവിനോട് ചോദിച്ചു. എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കുന്നോ? ആരടാ നീയൊക്കെ? അഭിനവ് ദേഷ്യത്തോടെ ചോദിച്ചു. ഇത് കേട്ട ഉടനെ ഉറക്കെ ചിരിച്ചുകൊണ്ട് അനന്യയുടെ അരയിൽ ഒന്നും കൂടി അയാൾ കൈവച്ചു. അത് കണ്ടതും അഭിനവ് അവന്റെ നേരെ വന്നു. അപ്പോഴേക്കും അയാൾ തന്റെ ആളുകളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. ഉടനെ തന്നെ അവർ അഭിനവിന്റെ തോളിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചഴിച്ചു. പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തന്നെ അവിടെ ഇട്ട് അടിക്കാനാണെന്ന് അഭിക്ക് മനസ്സിലായി. അഭിനവും അതാണ് ആഗ്രഹിച്ചത്. ബാറിനുള്ളിൽ വെച്ച് വഴക്കുണ്ടാക്കി വീണ്ടും അനന്യയും അവളുടെ കുടുംബത്തിൻ്റെയും മുന്നിൽ ഒരു ഗുണ്ടയായി മാറാൻ അവൻ ആഗ്രഹിച്ചില്ല. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവർ അഭിനവിനെ പിൻവാതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിലത്ത് തള്ളിയിട്ടു. അവിടെ ഇരുട്ടായിരുന്നു. നീയൊന്നും ഞങ്ങൾക്ക് കൈവെക്കാൻ മാത്രം ഇല്ലടാ, അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ വീട് പിടിക്കാൻ നോക്ക്, ഒരാൾ അഭിനവിനോട് പറഞ്ഞു. എന്നാൽ അവന്റെ അടിവയറ്റിൽ ശക്തമായ ഒരു ഇടിയായിരുന്നു ഉത്തരം. ഇടിയുടെ ആഘാതത്തിൽ അയാൾ വളരെ ദൂരെ പോയി വീണു. അവിടേക്ക് ബാക്കിയുള്ളവർ ഒരുമിച്ച് അഭിനവിനെ ആക്രമിച്ചു. ഒന്നിനു പുറകെ ഒന്നായി അഭിനവ് എല്ലാവരെയും അടിച്ചു വീഴ്ത്തി. എന്നിട്ടും അവൻ നിർത്തിയില്ല. നിലത്ത് കിടക്കുന്നവരെ അവൻ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. ഒരു നിസ്സാരക്കാരാണെന്ന് കരുതിയിരുന്ന അഭിനവിന്റെ മുന്നിൽ അവർക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവർ കരഞ്ഞ് കാല് പിടിക്കാൻ തുടങ്ങി. അഭി അവരിൽ ഒരാളുടെ കോളറിൽ പിടിച്ച് തൻ്റെ അരികിലേക്ക് വലിച്ചു. ഏതാടാ എൻ്റെ ഭാര്യ ഉപദ്രവിക്കാൻ വന്ന ആ നായ? പറയടാ. അതാണ് ഡോൺ, ഞങ്ങളുടെ ബോസ്. ആ പെൺകുട്ടി സാറിന്റെ ഭാര്യയാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.